എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ മാധ്യമം പത്രത്തെക്കുറിച്ചാണ്. മാധ്യമത്തിന്റെ വാർത്തകളെ കുറിച്ചിട്ടല്ല, മാധ്യമത്തിലെ നിലപാട് പേജിൽ, അതായത് എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനമുണ്ട് കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ ഈ മാധ്യമത്തിലെ ഈ ലേഖനം കാണുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഈ പത്രങ്ങളൊന്നും അധികം ആരും വായിക്കാത്തത് കൊണ്ട് പത്രത്തിൽ വരുന്ന ലേഖനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് പലരും എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് കേട്ടോ. അത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ ഒരു സംഭവം കണ്ടു, അതിലാണ് ഞാൻ ആദ്യം വായിച്ചത് കേട്ടോ. പിന്നീട് മാധ്യമ പത്രം നോക്കിയപ്പോൾ മാധ്യമ പത്രത്തിൽ ഇതാ എഡിറ്റോറിയൽ പേജിൽ ഏതാണ്ട് ഒരു ഫുൾ പേജ് ഇങ്ങനെ ഒരു ലേഖനമുണ്ട്. ലേഖനത്തിന്റെ തലക്കെട്ട് പഠിക്കേണ്ടത് രാഷ്ട്രീയ വ്യാകരണം എന്നാണ്. പഠിക്കേണ്ടത് ഏറ്റവും മുകളിൽ തന്നെ, പഠിക്കേണ്ടത് രാഷ്ട്രീയ വ്യാകരണം. യൂണിഫോം വിവാദത്തെ കുറിച്ചാണ് എഴുതുന്നത് കേട്ടോ. ഹിജാബ് വിവാദത്തെ കുറിച്ചാണ്. പക്ഷെ യൂണിഫോം വിവാദം എന്ന് പറഞ്ഞിട്ടാണ്. യൂണിഫോമിനെ കുറിച്ച് ഇവിടെ വിവാദമൊന്നുമില്ല. ഇവിടെ ഹിജാബ് ധരിച്ചൊരു കുട്ടി ഒരു സ്കൂളിൽ എത്തിയത് സംബന്ധിച്ചാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ യൂണിഫോം വിവാദം, പഠിക്കേണ്ടത് രാഷ്ട്രീയ വ്യാകരണം പഠിക്കണം എന്നാണ് തലക്കെട്ട് നമ്മളോട് പറയുന്നത്. അതായത് രാഷ്ട്രീയ രംഗത്തൊരു വ്യാകരണമുണ്ട് അത്രേ, അത് നമ്മൾ പഠിക്കണം. എന്നിട്ട് വേണം അഭിപ്രായം പറയാൻ. പറയുന്ന ആരാണെന്നറിയോ? നാലാം കണ്ണ് എന്ന് പറയുന്ന ഒരു പങ്ക്തിയിൽ, ഒരു പ്രതിവാര പങ്ക്തിയാണ്. അതില് ഡോക്ടർ ടി ടി ശ്രീകുമാറാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ പച്ചക്കള്ളങ്ങൾ, കല്ലുവെച്ച നുണകൾ എന്നൊക്കെ പറയില്ലേ. കേരളത്തിന്റെ ഒരു ബഹുസ്വരത തകർക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിന്റെ ഒരു മതനിരപേക്ഷത തകർക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി തയ്യാറാക്കിയ SDPയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് ജയ് വിളിച്ചുകൊണ്ട് എഴുതിയ ഒരു അത്യന്തം അപകടകരമായ കേട്ടോ. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഈ മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, കേരള കൗമുദി, മാധ്യമം തുടങ്ങിയ പത്രങ്ങൾ പരിശോധിച്ചപ്പം അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ മാധ്യമത്തിൽ ഒരുപാട് ലേഖനങ്ങൾ, ഈ രീതിയിലുള്ള വർഗീയ വിഷം വമിപ്പിക്കുന്ന ലേഖനങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അതിഗുരുതരമായി നാം കാണേണ്ട വിഷം ചീറ്റുന്ന ഒരു ലേഖനമാണ് കേട്ടോ ഇത്. ഈ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ യു ആർ കറക്റ്റ്, യു സെഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ ടി ടി ശ്രീകുമാറിനെ ഇങ്ങനെ അഭിനന്ദിക്കുകയാണ്. ഈ അഭിനന്ദിക്കുന്നതിന്റെ പേരുകളൊക്കെ നോക്കിയാൽ അറിയാം, ഇതൊക്കെ ഇവിടുത്തെ മനസ്സിന്റെ ഉള്ളിൽ ഈ കൊടിയ വർഗീയത കൊണ്ടു നടക്കുന്ന ഇസ്ലാമിക തീവ്ര മനസ്സുള്ളവരാണ് ഈ കള്ള ലേഖനത്തെ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഫാക്ട്സ് മുഴുവൻ കള്ളത്തരമാണ്. അതായത് പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്ന സംഭവം ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും, പത്രം വായിക്കുന്ന, ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്ന എല്ലാ ആൾക്കാർക്കും വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ സംഭവിച്ചത്, അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഈ എഴുത്തുകാരനുണ്ടല്ലോ ഡോക്ടർ ടി ടി ശ്രീകുമാർ, ഇയാൾ എഴുതി വെച്ചിരിക്കുന്ന കള്ളത്തരം, ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മാത്രമേ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇയാൾക്ക് മാത്രമേ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഈ ലേഖനം ഇത്രയും ഒരു 3/4 പേജ് ലേഖനം എഴുതി വെച്ചിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ SDPIക്കാർ സ്കൂളിൽ വന്ന് ബഹളം കൂട്ടി എന്ന് പറയുന്ന, ഇനി ബഹളം ഒന്നും കൂട്ടണ്ട, SDPI എന്ന് പറയുന്ന ഒരു വാക്ക്, SDPI എന്ന് പറഞ്ഞ ഒരു വാക്ക് ഈ ലേഖനത്തിൽ ടി ടി ശ്രീകുമാർ എഴുതിയിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ ശ്രീകുമാറിന്റെ നമുക്ക് ഒരു പ്രശ്നത്തെ നമ്മൾ വിവിധ രീതികളിൽ നോക്കിക്കാണാറുണ്ട് അല്ലെ, വിവിധ രീതികളിൽ നോക്കിക്കാണാറുണ്ട്. ആ പ്രശ്നത്തെ സമീപിക്കുന്ന വ്യക്തിയുടെ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു സമീപനം നമുക്ക് മനസ്സിലാവും. ഇതല്ല, ഇതും കരുതിക്കൂട്ടി, അതായത് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഏത് വിധമാണോ SDPIക്കാർ കരുതിക്കൂട്ടി, അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ കരുതിക്കൂട്ടി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്, ഇതേപോലെ വളരെ കരുതിക്കൂട്ടിക്കൊണ്ട് കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ അല്ലെങ്കിൽ ഈ ബഹുസ്വരതക്കെതിരായ, നമ്മുടെ ജനാധിപത്യ ബോധത്തിനെതിരായ, നമ്മുടെ മതേതരത്വത്തിനെതിരായ അതിഭീകരമായ സംഭവങ്ങളാണ് ശ്രീകുമാർ ഇതിലൂടെ എഴുതി വെക്കുന്നത് കേട്ടോ. ഇതില് ഏറ്റവും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ്
ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതായത് ഈ ഹിജാബ് വിഷയം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം റീത്താസ് പബ്ലിക് സ്കൂളിൽ ഉണ്ടായ ഹിജാബിനെ സംബന്ധിച്ചുള്ള വിവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിജാബിന്റെ വിവാദമല്ല. അവിടെ ആ കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് സ്കൂളിൽ വരുത്തിയതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട്. എന്താ പറയാ, വെടിമരുന്ന് നിറച്ച ഒരു കലവറയാണ് കേട്ടോ ഈ ഒരു ലേഖനം എന്ന് പറയുന്നത്. ഇത് വായിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളൊക്കെ അങ്ങനെ ആവേശം കൊള്ളും. ചെറിയ രീതിയിലുള്ള ഒരു ഇസ്ലാമിക ബോധമുള്ള ആൾക്കാർക്ക് കൂടുതൽ തീവ്രമായ അഭിനിവേശം വരും. ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന കള്ളത്തരം നിറഞ്ഞ, അതാണ് നമുക്ക് ഫാക്ട്സ് പറയണ്ടേ. അതായത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടി, അതായത് ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തിയ കുട്ടി, ജൂൺ മാസത്തിൽ സ്കൂളിൽ ചേർന്ന കുട്ടി, 4 മാസം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ വിവാദം ഉണ്ടാകുന്ന ആ ദിവസം വരെ ആ കുട്ടി ഹിജാബ് ധരിച്ചിട്ടല്ല ക്ലാസ്സിൽ വന്നത്. അപ്പൊ ഈ 4 മാസവും കുട്ടിക്കില്ലാത്ത ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ഒരു മതബോധം പ്രത്യേകത ഒരൊറ്റ ദിവസം ഒരു പുതിയ ദിവസമായിട്ട് വരികയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ഈ അത്രമേൽ ഈ മതത്തോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ഈ ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രം ധരിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഹിജാബിനോട് അമിതമായ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടുകാരായിരുന്നുവെങ്കിൽ, രക്ഷിതാവായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 4 മാസം കുട്ടിയെ എങ്ങനെയാണ് ഹിജാബ് ഇടാതെ സ്കൂളിൽ ഇരുത്തിയത്? ഈ 4 മാസത്തിന് ശേഷം ഉണ്ടായ ഒരു പ്രത്യേക ദിവസത്തിന് എന്തോ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ 4 മാസം പ്രശ്നമൊന്നുമില്ല, പെട്ടെന്നൊരു ദിവസം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം. ആദ്യത്തെ 4 മാസം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസങ്ങളിൽ ഈ കുട്ടി ഹിജാബ് ധരിക്കാതെയാണ് എന്ന് പറഞ്ഞാൽ കുട്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നത് ഹിജാബ് ധരിച്ചിട്ടാണത്രേ. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഗേറ്റിൽ എത്തുമ്പോൾ ഹിജാബ് മടക്കി ബാഗിൽ വെച്ചിട്ടാണ് വരിക എന്ന്. അത് സാധാരണ പല സ്കൂളുകളും ചെയ്യുന്നതാണ്. സ്കൂളിലെ യൂണിഫോം നിർബന്ധമാക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വീടുകൾ തെരുവിലൂടെ നടക്കുമ്പോഴൊക്കെ ഹിജാബ് നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ സ്കൂൾ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ സ്കൂൾ നിഷ്കർഷിക്കുന്ന, സ്കൂൾ അനുശാസിക്കുന്ന യൂണിഫോം ഉണ്ട്. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ ഭരണഘടന അവർക്ക് നൽകുന്ന അവകാശമാണ്. ഇത് ഡോക്ടർ ടി ശ്രീകുമാർ ഇങ്ങനെ ലേഖനം എഴുതിയത് കൊണ്ട് ഈ സ്കൂളിന്റെ ഭരണഘടന നൽകുന്ന അവകാശം ഇല്ലാതാവുന്നില്ല. ഡോക്ടർ ടി ശ്രീകുമാർ അല്ല ഇവിടെ ഭരണഘടന തിരുത്തി എഴുതേണ്ടത്. അത് ആദ്യം തന്നെ ഈ മാന്യൻ അത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് റീത്താസ് പബ്ലിക് സ്കൂൾ ഈ ഹിജാബ് ധരിച്ച കുട്ടിയെ പ്രവേശിപ്പിച്ചില്ല? കാരണം ആ സ്കൂളിന് നിയതമായ യൂണിഫോം ഉണ്ട്, നിയതമായ അച്ചടക്കമുണ്ട്, നിയതമായ പഠന രീതികളുണ്ട്. അതിൽ നിന്ന് ആ സ്കൂൾ ഒരിക്കലും മാറില്ല. അത് അവരുടെ നയമാണ്. ഭരണഘടന അവർക്ക് നൽകിയ അവകാശമാണ്. അപ്പോഴാണ് 4 മാസം ഒരു പ്രശ്നമില്ലാതെ ഈ കുട്ടി അവിടെ പഠിച്ചത്. അപ്പോഴാണ് 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം കുട്ടി ഹിജാബുമായി വരുന്നത്. ശ്രീകുമാർ എഴുന്നള്ളിക്കുന്ന മറ്റൊരു കള്ളം എന്താണെന്ന് അറിയോ? അതായത് ഈ കുട്ടി അവിടെ ആർട്സ് ഡേക്കാണ് ഈ ഹിജാബ് ധരിച്ചെത്തുന്നത് എന്നാണ് പറയുന്നത്. ശരി, ആർട്സ് ഡേക്കാണ് കുട്ടി ആദ്യമായി ഹിജാബ് ധരിച്ചെത്തുന്നത്. ആർട്സ് ഡേക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നു. യൂണിഫോം നിർബന്ധമായിരുന്നില്ല ആർട്സ് ഡേക്ക്. അങ്ങനെ ആർട്സ് ഡേക്ക് കുട്ടികൾ പല വിധത്തിലുള്ള ഡ്രസ്സ് മണിഞ്ഞു വന്നു. ഈ കുട്ടി ഹിജാബ് ധരിച്ചും വന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, അധ്യാപകർ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ ഡോക്ടർ ടി ശ്രീകുമാർ പറയുന്ന ആദ്യത്തെ കള്ളം എന്താണെന്ന് അറിയോ? അതായത് ആർട്സ് ഡേക്ക് കുട്ടി, അതായത് യൂണിഫോം നിർബന്ധമല്ലാത്ത ആർട്സ് ഡേക്ക് കുട്ടി യൂണിഫോം ഈ ഹിജാബ് ഇട്ട് വന്നപ്പോൾ അധ്യാപകർ തടഞ്ഞത്രേ, അധ്യാപകർ എതിർത്തത്രേ, അധ്യാപകർ വേറൊരു മുറിയെ കൊണ്ടുപോയി ഇരുത്തിയത്രേ, രക്ഷിതാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്രേ. കേട്ടോ, കള്ളത്തരം പറയുന്നതിന് ഒരു ലിമിറ്റ് ആൾക്കാർക്കൊക്കെ അറിയാം. SDPI എന്ന് പറയുന്ന ഒരു വാചകം ഇതിൽ പറഞ്ഞിട്ടില്ല. ഇത് ഞാനോ നിങ്ങളൊന്നും പറയുന്നതല്ല. ഈ കുട്ടിയുടെ ബാപ്പ തന്നെയാണ് പറഞ്ഞത്. തന്റെ കൂടെ തന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കൾ ആരാണ്? SDPI പ്രവർത്തകരാണ്, SDPIയുടെ പ്രാദേശിക നേതാക്കളാണ്. ഇത് നമ്മളോട് പറയുന്നവരാണ്. SDPIയുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരാണ് ചെന്നത്, ഞങ്ങളുടെ പ്രാദേശിക നേതാക്കളാണ് ഈ രക്ഷിതാവിന്റെ കൂടെ ചെന്നത് സ്കൂളിലേക്ക്. കാരണം അത് ഈ രക്ഷിതാവിന്റെ സുഹൃത്തുക്കളായിരുന്നു എന്ന് SDPക്കാർ തന്നെയാണ് പറയുന്നത്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇയാൾ മറച്ചു വെക്കുന്നു. SDPI എന്ന് പറയുന്നേ ഇല്ല. എന്നിട്ട് പറയാണ് ആർട്സ് ഡേക്ക് ഈ ഹിജാബ് ധരിച്ചെത്തിയപ്പോഴാണ് സ്കൂൾ അധികൃതർ കുട്ടിയെ എന്ത് ചെയ്തത്? ഹറാസ് ചെയ്തത്. ആ രീതിയിലാണ് പറയുന്നത്. അതല്ലായിരുന്നു. ആർട്സ് ഡേ കഴിഞ്ഞിട്ടും കുട്ടി സാധാരണ വർക്കിംഗ് ഡേയിൽ കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്തിയപ്പോഴാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് ശരിയല്ല, രക്ഷിതാവിനെ വിവരം അറിയിക്കുന്നു, രക്ഷിതാവിനോട് പറയുന്നു ഇങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രവേശിക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ നിയമാവലിയിലുണ്ട്, നിങ്ങൾ അത് അംഗീകരിച്ച് ഒപ്പിട്ട് തന്നിട്ടാണ് നിങ്ങളുടെ കുട്ടിയെ ചേർത്തത്. 4 മാസവും കുട്ടി അങ്ങനെ ഇതൊന്നും ധരിക്കാതെയാണ് വന്നത്. ഇന്ന് മുതൽ പ്രത്യേകിച്ച് ഈ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് വന്നത്, ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞു.
എന്നിട്ട് ഞാൻ പറയുന്നില്ല, എന്നിട്ട് ഈ മാന്യം പറയുകയാണല്ലോ ഈ ആർട്സ് ഡേക്ക് ആണ് വന്നത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഒരു നമ്മളൊരു പത്രത്തിൽ ഒരു ലേഖനം എഴുതുമ്പോൾ നമ്മൾ ധാർമ്മികമായി അതിന്റെ ഒരു വസ്തുത എഴുതണ്ടേ. ടി ശ്രീകുമാറിന് SDPA-യോട് ഭയങ്കരമായ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ ഓരോ വാചകങ്ങളിലും ഈ ലേഖനത്തിൽ 6 സ്ഥലത്താണ് ഈ സിസ്റ്റർ ഹെൽന എന്ന് പറയുന്ന പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, പ്രിൻസിപ്പാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, പ്രിൻസിപ്പാളിന്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ തെറ്റാണ്, ഇംഗ്ലീഷ് പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, ഈ സിസ്റ്റർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ യോഗ്യത തുടങ്ങിയ കാര്യങ്ങൾ 4, 5, 6 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. ആ സിസ്റ്ററെ അവഗണിക്കുകയാണ്. ഒന്ന് നോക്കിയോട്ടെ, ഒരു പത്രം ചെയ്ത ഏറ്റവും വലിയ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു മാധ്യമം പത്രം പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടും ഇത്തരത്തിലുള്ള ഒരു ലേഖനം ഇതുവരെ മാധ്യമം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതില് ഞാൻ ഏറ്റവും പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഹിജാബ്, ഈ വിവാദം പള്ളുരുത്തിയിലെ റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് സംബന്ധിച്ചുണ്ടായ വിവാദം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ, ഇതിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം, ഒരു കമ്മ്യൂണൽ ഹാർമണി തകർക്കുക എന്നുള്ളതാണ്. വളരെ മാന്യമായി നടത്തിക്കൊണ്ടുപോകുന്ന ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. മാത്രവുമല്ല, ഇവർ വളരെ മനഃപൂർവ്വം ഹിജാബിനെ പതുക്കെ കൊണ്ടുവരുന്നു. ഹിജാബിന് പിന്നാലെ ഈ ഹിജാബും നിഖാബും പർദ്ദയും ഒക്കെ ഒരേ ഗണത്തിൽപ്പെട്ട സംഭവങ്ങളാണ്. ഹിജാബിന്റെ കുറെ കൂടി കടുത്ത രൂപമാണ് നിക്കാബ്, അതായത് കണ്ണ് മാത്രം. അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരുപാട് അറബി കോളേജിലൊക്കെ പോയി വരുന്ന കുട്ടികളെ കണ്ടാൽ നമ്മുടെ അത്ഭുതപ്പെട്ടു പോകട്ടോ. ഇതിൽ ശ്രീകുമാർ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഹിജാബ് എന്ന് പറഞ്ഞിട്ട് ഹിജാബിന്റെ കൂടെ മൂപ്പര് നിക്കാബ് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് അവിടെയാണ് പ്രശ്നം. ഇന്ന് നിങ്ങൾ ഈ സ്കൂളിലേക്ക് കുട്ടികളെ ഹിജാബ് ധരിച്ചു വരും, ഹിജാബ് ധരിച്ച് പറഞ്ഞയക്കും. നാളെ ഹിജാബ് ധരിച്ച് പറഞ്ഞയക്കുന്ന കുട്ടികളെ സ്വീകരിച്ചാൽ നാളെ പറഞ്ഞയക്കാൻ നിക്കാബ് ധരിച്ചുകൊണ്ടായിരിക്കും. അടുത്തിരിക്കുന്ന കുട്ടി ആ കുട്ടിയാണോ, ഏത് കുട്ടിയാണ്, എന്താണ് എന്ന് പോലും അറിയാത്ത ഗോവിന്ദസ്വാമി പോലും അന്ന് ജയിൽ ചാടിയപ്പോൾ ഒരു നിക്കാബ് ഇട്ട് കണ്ണൂർ ടൗണിലൂടെ പോയിരുന്നെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് രക്ഷപ്പെടാമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ക്രിമിനലുകൾ നിക്കാബ് ഇട്ട് നടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ MES പോലുള്ള സ്ഥാപനങ്ങളിൽ നിക്കാബ് നിരോധിച്ചിട്ടുണ്ട്. നിക്കാബ് ധരിച്ച ഒരു കുട്ടിയെയും പ്രവേശിപ്പിക്കില്ല എന്ന് MES-ന്റെ മേധാവി ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞത് നാം കേട്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷേ ടി ശ്രീകുമാർ ഈ ലേഖനത്തിൽ ഹിജാബിനൊപ്പം ബോധപൂർവം നിക്കാബ് എന്നുള്ള വാക്കുകൂടി ഇതിന്റെ അകത്ത് ഉൾച്ചേർത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹിജാബിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലനിൽക്കുന്നത്. ഈ ക്രൈസ്തവ മാനേജ്മെന്റ് നടക്കുന്ന സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചിട്ട് മാത്രമല്ല നിക്കാബ് ധരിച്ചു വരുന്ന കുട്ടികളെ കൂടി മുഴുവൻ മറച്ചുകൊണ്ട് കണ്ണ് മാത്രം പുറത്തേക്ക് കാണിക്കുന്ന അത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പ്രവേശിപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ശ്രീകുമാർ പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ സിസ്റ്റർ ഹെൽനയോട്, പ്രിൻസിപ്പളിനോട് പറയാണ്, നമുക്കിവിടെ ഒരു ന്യൂനപക്ഷ ഐക്യം വേണ്ടെന്നാണ് ചോദിക്കുന്നത്. അതിഭീകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ RSS-നെതിരെ അല്ലെങ്കിൽ BJP-ക്കെതിരെ, രാജ്യം ഭരിക്കുന്ന BJP-ക്കെതിരെ നമുക്കൊരു കൂട്ടുകെട്ട് വേണ്ടേ സിസ്റ്ററെ? നമുക്കൊരു ന്യൂനപക്ഷ ഐക്യം വേണ്ടേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ? നമ്മളെ ഹിജാബും നിക്കാബും പർദ്ദക്കെട്ട് കുട്ടികളൊക്കെ നിങ്ങൾ കൂട്ടിച്ചാർക്കി, എന്നിട്ട് നമ്മളും എല്ലാവരും പാടെ നമ്മൾ ന്യൂനപക്ഷങ്ങളായിട്ട് സംഘടിക്കണം എന്നാണ് ഈ വിരുദ്ധം പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അതായത് BJP-ക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിനെതിരെ വളരെ ആസൂത്രിതമായി ഈ ഡോക്ടർ ടി ശ്രീകുമാർ ഇതിൽ വിവരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു ന്യൂനപക്ഷ കൂട്ടായ്മയാണ് വേണ്ടത്. എന്നിട്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഈ ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്നതായി പറയപ്പെടുന്ന സംഭവങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ഉത്തരേന്ത്യയിൽ നടക്കുന്നത്. പിന്നെ എന്താ സിസ്റ്ററെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു നിലപാട് സ്വീകരിച്ചു എന്നൊക്കെയാണ് ഈ വിരുദ്ധൻ ചോദിക്കുന്നത് കേട്ടോ. ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം, നിങ്ങൾ അമ്പരന്ന് പോകും. ഇതാ കള്ളത്തരങ്ങൾ. ഇതില് ശ്രീകുമാറിന്റെ ആദ്യത്തെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടാണല്ലോ മൂപ്പർ തുടങ്ങുന്നത്. ഒരു പൂച്ചക്കുട്ടിയുടെ കഥയൊക്കെ പറഞ്ഞാണ്, ഗാർഡനറുടെ ഒരു കഥ. അതായത് AG ഗാർഡനറുടെ ഒരു കഥ. അതിന്റെ പേരെന്താണ്? ഓൾ അബൌട്ട് എ ഡോഗ് എന്ന് പറയുന്ന ഒരു കഥയൊക്കെ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു സ്ത്രീ ഒരു പട്ടിക്കുട്ടിയെയും കൊണ്ടുങ്ങാണ്ട് ഒരു വിമാനത്തിൽ എവിടെയോ യാത്ര ചെയ്യുന്ന ഒരു കഥയാണ് ആദ്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കഥയിലൂടെ അദ്ദേഹം പറയുന്നത് നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഒരു കഥ പറഞ്ഞുകൊണ്ട് ആ കഥയിലൂടെ പറയുന്നത് നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നാണ് കഥയിലൂടെ ഡോക്ടർ ടി ശ്രീകുമാർ പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് നിയമമൊന്നും വേണ്ട, നിയമമൊക്കെ നമുക്ക് തെറ്റിക്കാം. നമുക്ക് ഏറ്റവും വലുത് എന്താണ്? മാനുഷികതയാണെന്നാണ് പറയുന്നത്. പക്ഷെ മാനുഷികത എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് വാക്കിന്റെ പിന്നാമ്പുറത്തുകൂടെ ഒളിച്ചു കടത്തുന്നത് വർഗീയതയാണ്. വർഗീയത ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ട്, തീവ്രവാദം ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ശ്രീകുമാർ ഈ ഒരു കഥ പറയുന്നത് കേട്ടോ. ഈ ഓൾ അബൌട്ട് ദ ഡോഗ് എന്ന് പറയുന്ന ഒരു കഥ. നാണമില്ലേ ശ്രീകുമാറെ?
ഇതാ ഇതിന്റെ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ലേഖനം തുടങ്ങുന്ന കഥയിലൂടെ. അത് കഴിഞ്ഞിട്ട് ചെറിയ നിയമങ്ങൾ പല സൗകര്യങ്ങളുടെയും പേരിൽ നാം ഉണ്ടാക്കി വെക്കാറുണ്ട്. നാം അല്ലടോ, ഭരണഘടന ഉണ്ടാക്കിയതാണ്, ഭരണഘടന അനുവദിച്ചതാണ് കേട്ടോ, നാം അല്ല ഉണ്ടാക്കിയത്. എന്നിട്ട് എന്നാൽ അവ പാലിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആവരുത് എന്നും മാനുഷിക പരിഗണനകളോടെ വേണമെന്നുമാണ് ഗാർഡനർ പറയുന്നത്. അതായത് ഈ കഥയിലൂടെ ഗാർഡനർ പറയുന്നത് ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും പാലിക്കേണ്ടതില്ല, നമ്മൾ മാനുഷികതക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ മാനേജ്മെന്റിനോട് പറയാണ്, പ്രിൻസിപ്പളോട് പറയാണ്, പ്രിൻസിപ്പളെ ഈ ഭരണഘടന നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേക അവകാശങ്ങളൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ മാനുഷികതയുടെ പേരിൽ എന്ത് ചെയ്യണം, ഈ ഹിജാബ് ധരിച്ച കുട്ടിയെ പ്രവേശിപ്പിക്കണം. നാളെ ഞങ്ങൾ ഈ നിക്കാബ് ധരിച്ച കുട്ടികളെയും കൊണ്ടുവരും, അവരെയും പ്രവേശിപ്പിക്കണം. പിന്നെ ഞങ്ങൾ തൊപ്പി ധരിച്ച കുട്ടികളെ കൊണ്ടുവരും, അവരെയും പ്രവേശിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിസ്കാര മുറി വേണമെന്ന് പറയും, അതും നിങ്ങളെ അനുവദിച്ചു കൊടുക്കണം. ഇതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരായി മാറും. ഞങ്ങളാണ് ഇവിടുത്തെ, നിങ്ങൾ ബഹുസ്വരതയും മണ്ണാങ്കട്ട, നിങ്ങൾ മതേതരത്വം മണ്ണാങ്കട്ട, ഞങ്ങൾ. ഇതാണ് ടി ശ്രീകുമാർ ഈ ലേഖനത്തിലൂടെ പറയുന്നത്. ഇനി ബാക്കി ഹെലീന ആൽബിയുടെ നിലപാടുകൾ. ഹെലീന ആൽബി, അതാണ് ആ സിസ്റ്ററുടെ മുഴുവൻ പേര്. അത് ഒരു പ്രത്യേക ബോൾഡ് ലെറ്റേഴ്സിലാണ് കൊടുത്തത്. കാരണം അവരെ തേജോവധം ചെയ്യാണ്, അവരെ അപഹസിക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ്. പ്രിൻസിപ്പൽ ഹെലീന ആൽബിയുടെ അതിന്റെ മുന്നേ തന്നെയുള്ള ഒരു കാര്യത്തിൽ കൂടി നമുക്ക് വായിച്ചിട്ട് പോകാം. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അധികൃതർ 8ാം ക്ലാസ് വരെയായ വിദ്യാർത്ഥിനി ആർട്സ് ഡേക്ക് സ്കൂളിൽ ഹിജാബ് ധരിച്ചതിനെ കുറിച്ചുണ്ടാക്കിയ പുകിലുകൾ ആ ചെറിയ യൂണിഫോം ലംഘനത്തെക്കാളും വലിയ സിവിൽ സംസ്കാര രാഹിത്യമായി എന്നത് ഭാവി കേരളത്തെ കുറിച്ച് തന്നെ ചില ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ കഥ കഴിഞ്ഞിട്ട് ശ്രീകുമാർ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ആദ്യത്തെ കള്ളം പറഞ്ഞുകൊണ്ട്. അതായത് ആർട്സ് ഡേക്ക് ഈ കുട്ടി ഹിജാബ് ധരിച്ചെത്തിയതാണ് പ്രശ്നമെന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ശ്രീകുമാർ പറഞ്ഞു വെക്കുകയാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അധികൃതർ 8ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി ആർട്സ് ഡേക്ക് സ്കൂളിൽ ഹിജാബ് ധരിച്ച് എത്തിയതിനെ കുറിച്ചുണ്ടാക്കിയ പുകിലുകൾ ആ ചെറിയ യൂണിഫോം ലംഘനത്തെക്കാളും, അതൊരു ചെറിയ യൂണിഫോം ലംഘനമാണ്, അതിനേക്കാളും വലിയ സിവിൽ സംസ്കാര രാഹിത്യമായി അതിനെ സ്കൂൾ അധികൃതർ മാറ്റിയത്രേ. കുട്ടി ചെയ്തത് ചെറിയ ഒരു യൂണിഫോം ലംഘനം, പക്ഷേ സ്കൂൾ അധികൃതർ എന്താ ചെയ്തത്, ഏറ്റവും വലിയ സിവിൽ സംസ്കാര രാഹിത്യം. ആ സ്കൂളിൽ ഒരു സംസ്കാരവും ഇല്ല. ഒരു പത്രത്തിലൂടെ കള്ളത്തരം പ്രചരിപ്പിക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, വർഗീയ വിഷം വമിപ്പിക്കുക, ഇതിനൊക്കെതിരെയാണ് കേസെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ടാണ് ഈ ഹെലീനയുടെ പേര്, ഹെലീന ആൽബിയുടെ നിലപാടുകൾ. എന്നിട്ട് പറയാണ്, പ്രിൻസിപ്പൽ ഹെലീന ആൽബിയുടെ നിലപാടുകളിലെ സങ്കുചിതത്വം ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? അതായത് സിസ്റ്ററുടെ നിലപാടുകളിലെ സങ്കുചിതത്വം. എന്താണ് സിസ്റ്ററുടെ നിലപാടുകളിലെ സങ്കുചിതത്വം ശ്രീകുമാറെ? അതായത് ശ്രീകുമാർ പറയുന്നത് സിസ്റ്റർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണ്, മുസ്ലിം വിഭാഗവും ന്യൂനപക്ഷമാണ്. അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഈ മുസ്ലിം ന്യൂനപക്ഷവും ഒക്കെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് ആർക്കെതിരെ ഫൈറ്റ് ചെയ്യണം? നമുക്ക് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യണം. ഇതാണ് ശ്രീകുമാർ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കത്രേ. ഇനി കുട്ടികൾ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഹിജാബ് അഴിച്ചുമാറ്റി ബാഗിൽ വെച്ച് ക്ലാസ്സിൽ കയറേണ്ട ഒരു സ്കൂളാണ് സെന്റ് റീത്താസ് സ്കൂൾ. അത് കുട്ടി കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ മൂപ്പർക്ക് അറിയാം, അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. കുട്ടി അങ്ങനെ തന്നെ ചെയ്തിരുന്നു. അന്നേ ദിവസം ക്ലാസ്സിൽ പുറത്തുള്ള പൊതുപരിപാടി ആയതുകൊണ്ടാണ് കുട്ടി ഹിജാബ് അഴിച്ചു മാറ്റാതിരുന്നത്. അതൊരു വലിയ അപരാധമായി കണ്ടതാണ് പ്രശ്നത്തിന് വഴിതെളിയിച്ചത്. വീണ്ടും കള്ളം പറയാണ്. ആർട്സ് ഡേക്ക് കുട്ടി ഹിജാബ് ധരിച്ചു വന്നതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത് എന്ന് ടി ശ്രീകുമാർ കള്ളം പറയുന്നു. അല്ല ശ്രീകുമാറെ, അന്ന് സ്കൂൾ അധികൃതർ ഒന്നും പറഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം യഥാർത്ഥത്തിലുള്ള ക്ലാസ് ടൈമിൽ ഈ കുട്ടി ഹിജാബ് ധരിച്ച് വന്നപ്പോഴാണ് പ്രശ്നമുണ്ടാക്കിയത്. പിന്നെ എന്നാൽ കേരളം പോലെയുള്ള സമൂഹത്തിൽ ഉത്തരേന്ത്യയിൽ ശിരോവസ്ത്രം അഴിപ്പിച്ച്, അവിടെയാണ് ഈ ഉത്തരേന്ത്യയിലെ കാര്യം പറഞ്ഞാണ്ട് ഈ സിസ്റ്റർ പ്രകോപിക്കുന്നത് കേട്ടോ. എന്നാൽ കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ഉത്തരേന്ത്യയിൽ ശിരോവസ്ത്രം അഴിപ്പിച്ചും മുഖത്തടിച്ചും ആരുടെ മുഖത്താണ് അടിച്ചത്? ഛത്തീസ്ഗഡിലെ സംഭവം പറയുന്നു തോന്നുന്നു.
മുഖത്തടിച്ചും ഹെലീനയെപ്പോലെ പുരോഹിതകളായ വിശ്വാസിനികളെ അപമാനിക്കുന്ന ഓരോ സാഹചര്യത്തിലും ഒപ്പം നിൽക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ ഒരു ശിരോവസ്ത്ര വിവാദം സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള ബാധ്യത ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾക്കും ഉണ്ടെന്നതാണ് എന്റെ ധാരണ. ഡോക്ടർ ടി ശ്രീകുമാറിന്റെ ധാരണ എന്താണെന്നറിയോ? അതായത് സിസ്റ്ററെ, നിങ്ങൾക്കൊക്കെ ഉത്തരേന്ത്യയിൽ നിങ്ങളെ മുഖത്തൊക്കെ അടിക്കുന്നില്ലേ, നിങ്ങൾ അപമാനിക്കുന്നില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കേരളത്തിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ആരുടെ കൂടെ? ഈ മുസ്ലിം വിഭാഗത്തിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ വേർതിരിവൊന്നും കാണിക്കരുത്. നിങ്ങൾ എന്ത് ഹിജാബ് ഇട്ടാലും നിക്കാബ് ഇട്ടാലും ആ കുട്ടികളൊക്കെ, നിങ്ങൾക്ക് നിയമം വേണ്ട. നിങ്ങൾക്ക് എന്തിന് നിയമം? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ന്യൂനപക്ഷങ്ങളുടെ ഒരു ഐക്യനിരയാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. ഭൂരിപക്ഷ സമുദായത്തിലുണ്ടല്ലോ, നമുക്ക് പാഠം പഠിപ്പിക്കണം. ഇനി നമ്മൾ ന്യൂനപക്ഷ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്നൊരു ബോധം ഹെലീനയുടെ പ്രതികരണത്തിൽ കണ്ടില്ല. ടി ശ്രീകുമാറിന്റെ കരച്ചിൽ ഹെലീനയുടെ ആ സംസാരത്തിൽ കണ്ടില്ല. നമ്മൾ ഇതാരാണപ്പ? നമ്മൾ, നിങ്ങളാരാണപ്പ? ഇവർക്കൊരു ന്യൂനപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കേണ്ട ഈ പുതിയ കാലത്തിന്റെ ന്യൂനപക്ഷ സംരക്ഷകനാണോ നിങ്ങൾ, ഡോക്ടർ ടി ശ്രീകുമാറെ? നമ്മൾ ന്യൂനപക്ഷ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്നൊരു ബോധം ഹെലീനയുടെ പ്രതികരണത്തിൽ കണ്ടില്ല. അപ്പൊ ഹെലീനയെ ബോധവൽക്കരിക്കുകയാണ്. ഹെലീന സിസ്റ്ററെ, പ്രിൻസിപ്പളെ, നിങ്ങൾക്കൊരു ബോധം വേണം. നിങ്ങൾക്ക് ബോധമില്ല. നിങ്ങൾക്ക് എന്താ ബോധം? നമ്മളിങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിൽക്കേണ്ടവരാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കുക. അങ്ങനെ ഒന്നിച്ചു നിന്ന ചരിത്രത്തിന്റെ ഓർമ്മകൾ കണ്ടില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ ഹെലീന ഉപയോഗിച്ച ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വായിച്ചതിൽ പോലും, ബ്രാക്കറ്റിനുള്ളിലാണ് ഇവരെ എഴുതി വായിച്ചതിൽ പോലും വലിയ പിശകുകൾ ഉണ്ടായി എന്നത് ആ സ്കൂളിന്റെ നിലവാരത്തെക്കുറിച്ച് സൃഷ്ടിച്ച അവമതിപ്പിനേക്കാൾ എത്രയോ വലുതാണ്. കുട്ടി ഹിജാബ് ധരിക്കുന്നത് മറ്റു കുട്ടികൾക്കും അധ്യാപകർക്കും ഭയമുണ്ടാക്കുന്നു എന്ന പ്രസ്താവന മൂലം ഉണ്ടായത്. അങ്ങനെ ആദ്യത്തെ കുത്തുകുത്തുകയാണ്, ആദ്യത്തെ അവഹേളനം. ആ സിസ്റ്ററോട് പറയും, സിസ്റ്ററുടെ ഇംഗ്ലീഷ് മോശമാണ്, നിങ്ങളെ ഇംഗ്ലീഷ് ഒന്നും ശരിയല്ല, നിങ്ങൾ അതിനേക്കാളും വലിയ തെറ്റാണ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് നിലവാരമില്ല എന്നുള്ളത് നമുക്ക് പിന്നെ ശരിയാക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ ട്യൂഷൻ തരടോട്ട് ഈ ഹെല്ല സിസ്റ്ററെ. പക്ഷെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കുട്ടീനെ നിങ്ങള് ക്ലാസ്സിൽ ഇരുത്താത്തത് ശരിയായില്ല കേട്ടോ. എല്ലാവരും ജാതി മതഭേദമന്യേ കുട്ടിക്കാലം മുതൽ ഹിജാബ് ധരിച്ച നൂറുകണക്കിന് മറ്റു കുട്ടികളെയും അയൽക്കാരെയും കുടുംബ സുഹൃത്തുക്കളെയും നിരന്തരം കാണുകയും അവരുമായി അടുത്തിടപഴകുകയും ചെയ്യുന്ന കേരളത്തിൽ ടി ശ്രീകുമാർ പറയുന്നത്, കേരളത്തിൽ നിങ്ങളെ എവിടെ നോക്കിയാലും ഹിജാബേ കാണുള്ളൂ എന്നാ പറയുന്നത്. ഇയാളെ എവിടുത്തുകാരനാ? എവിടെ നോക്കിയാലും ഹിജാബേ കാണുള്ളൂ. നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിലും വരികയാണെങ്കിലും ഒക്കെ ഹിജാബ്. പിന്നെന്തിനാ ഹിജാബിനോട് ഇത്ര എന്താ പറയാ ഒരു വിദ്വേഷം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാവരും ജാതിമത ഭേദമന്യേ കുട്ടിക്കാലം മുതൽ ഹിജാബ് ധരിച്ച നൂറുകണക്കിന് മറ്റു കുട്ടികൾ. നമ്മൾ ഹിജാബ് കാണാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ടുള്ളൂ കേരളത്തിൽ ഹിജാബ് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ മുന്നേ ഒന്നും ഹിജാബില്ല. വല്ലവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഹിജാബ് കാണുന്നത് ഈ അടുത്ത കാലത്താണ്. അതിനു മുമ്പേ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിക്കുമായിരുന്നു. ആ തട്ടം എന്ന് പറഞ്ഞാൽ മുടി പാതിയും വെളിയിൽ കാണിക്കുന്ന വളരെ മനോഹരമായ ഒരു തുണി ശീല കൊണ്ട് ഹെയർ പിൻ ഒക്കെ കുത്തി അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് വരാറുള്ളത്. ഈ നെല്ലമടം മുഖം മുഴുവൻ മറച്ച്, മുഖം മാത്രം ചെവിയും എല്ലാം മറച്ചിട്ടുള്ള, ഇവിടെ ക്ലിപ്പൊക്കെ കുത്തിയിട്ടുള്ള ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം വരാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. പക്ഷെ ശ്രീകുമാർ പറഞ്ഞ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ധരിക്കുന്നതാണ് പറയുന്നത്. ആവട്ടെ, കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന സൃഷ്ടിക്കുന്ന അങ്ങനെ നിരന്തരം കാണുകയും അവരുമായി അടുത്തിടപഴകുകയും ചെയ്യുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന സൃഷ്ടിക്കുന്ന വിഭാഗീയതയെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക എന്നതാണ് വ്യാകരണവും ഉച്ചാരണവും ഒട്ടും അറിയാതിരിക്കുക എന്ന്. മനസ്സിലായില്ലേ? ഈ സിസ്റ്റർക്ക് വ്യാകരണം അറിയില്ല, ഉച്ചാരണം അറിയില്ല. രണ്ടാം പ്രാവശ്യം, അതായത് രണ്ടാമത്തെ പാരഗ്രാഫിൽ വീണ്ടും ഈ പ്രിൻസിപ്പളെ അവഹേളിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വ്യാകരണം അറിയില്ല, നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ അറിയില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഒരു മണ്ണാങ്കട്ടി അറിയില്ല. എന്നാ തന്നെ ഇങ്ങനെ കുട്ടികളെ പ്രവേശിപ്പിച്ചൂടെ? ഇതൊന്നും അറിയാത്ത സ്കൂളിലേക്ക് എന്തിനാണോ അത്ര കഷ്ടപ്പെട്ട് കുട്ടിയെ പറഞ്ഞയക്കുന്നത്? ഇനി എല്ലാ വർഷവും ഇനിയാണ് ഹിജാബിന്റെ കൂടെ മൂപ്പര് നിക്കാബിനും കൂടി മൂപ്പര് കൂട്ടിക്കൊണ്ടുവരുന്നത് അടുത്ത പാരഗ്രാഫിലാണ്. എല്ലാ വർഷവും ഹിജാബും നിക്കാബും ധരിച്ച കുട്ടികൾ എന്റെ ക്ലാസ്സിൽ ഉണ്ടാവും. ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയാണ് ഡോക്ടർ ടി ശ്രീകുമാർ. എല്ലാ വർഷവും ഹിജാബ് മാത്രം പോരാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിജാബിന്റെ പിന്നാലെ എന്ത് വരും? നിക്കാബ് വരും. കണ്ണ് മാത്രം പുറത്ത് കാണുന്ന. അപ്പോഴും കുട്ടികളാരും പേടിച്ചു പോകരുത് കേട്ടോ, പേടിച്ചു പോകരുത്. ഒരു ദിവസം ഒരു കുട്ടിക്ക് പകരം വേറൊരു കുട്ടി വന്നാലും, വേറെ ഇനി ഏതെങ്കിലും ഒരു തീവ്രവാദി വന്നാലും ഒന്നും നമ്മൾ അറിയില്ല. കാരണം ഇതൊക്കെ ഇതിന്റെ ഉള്ളിലായിരിക്കല്ലോ. അപ്പൊ എല്ലാ വർഷവും ഹിജാബും നിക്കാബും ധരിച്ച കുട്ടികൾ എന്റെ ക്ലാസ്സിൽ ഉണ്ടാവും. ഇതുവരെ ഒരു പ്രശ്നവും അത് സൃഷ്ടിച്ചിട്ടില്ല. പഠനത്തിലോ പഠനേതര കാര്യങ്ങളിലോ ഒരു വ്യത്യാസവും അത് ഉണ്ടാക്കുന്നില്ല.
ഇത്തരം കടുത്ത സങ്കുചിതത്വം ആര് വെച്ച് പുലർത്തിയാലും അത് ന്യൂനപക്ഷ ഐക്യത്തെയും ജനാധിപത്യ സാമൂഹികതയെയും ബാധിക്കും എന്ന ബോധ്യം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പൊ മൂപ്പരുടെ ഒരു എന്താ പറയാ ഉപദേശമാണ് കേട്ടോ. ഡോക്ടർ ടി ശ്രീകുമാർ ഉപദേശിക്കുകയാണ്, ഇനി മുതൽ കന്യാസ്ത്രീകളെ നിങ്ങൾ നടത്തുന്ന ന്യൂനപക്ഷ മാനേജ്മെന്റുകളൊക്കെ നടത്തുന്ന വിദ്യാലയങ്ങൾ എന്ത് ചെയ്യണം? നിക്കാബ്, ഹിജാബ്, പർദ്ദ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ നിങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു വലിയൊരു ജനാധിപത്യ ബോധം, എന്ത് ജനാധിപത്യ ബോധമാണ്? ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിനെതിരായ ഒരു വികാരം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഇതിനാണ് വർഗീയത എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹെലീനയുടെ ഇംഗ്ലീഷ് വാചകങ്ങളും വ്യാകരണവും തെറ്റിയാൽ അത് വലിയ കാര്യം. മൂന്നാം തവണ വീണ്ടും പറയാണ് ഈ സിസ്റ്ററുടെ ഇംഗ്ലീഷ് ശരിയല്ല എന്ന്. അതായത് ഹെലീനയുടെ ഇംഗ്ലീഷ് വാചകങ്ങളും വ്യാകരണവും തെറ്റിയാൽ അത് വലിയ കാര്യമല്ല. ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളെയും ബാധിക്കില്ല. ഈ സിസ്റ്റർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളെയും ബാധിക്കുന്നില്ല. ഒന്ന് നോക്കിയാട്ട് ഒരു കോൺവെന്റ് സ്കൂളിലെ CBSE സ്കൂളിലെ ഒരു പ്രിൻസിപ്പലിനെതിരെയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തില് ഒരു എളുപ്പമില്ലാതെ ഈ മനുഷ്യനെ എഴുതി വിടുന്നത്. സിസ്റ്റർ ഹെലന ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം, മാനനഷ്ടത്തിന്. നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, ഓക്കെ, 1 അല്ല 2 അല്ല, ഇപ്പൊ 3 ആയി, ഇനിയും വരുന്നു. ഹെലീനയുടെ ഇംഗ്ലീഷ് വാചകങ്ങളും വ്യാകരണങ്ങളും തെറ്റിയാൽ അത് വലിയ കാര്യമല്ല. ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ കുട്ടികളെയും ബാധിക്കില്ല. പക്ഷേ അതിന്റെ അക്രമാസക്തമായ ഉള്ളടക്കം ഒരു പാൻ ഇന്ത്യൻ ഭൂരിപക്ഷ മതബോധത്തിന് ആഘോഷിക്കാൻ പരുവത്തിൽ തയ്യാർ ചെയ്ത ഉള്ളടക്കം ഞെട്ടിക്കുന്നതാണ്. കേട്ടില്ലേ? അതിന്റെ അക്രമാസക്തമായ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ സിസ്റ്ററുടെ നിലപാടുണ്ടല്ലോ, ഇതൊരു അക്രമാസക്തമാണ്. ഈ ഹിജാബ് ധരിച്ച കുട്ടിയെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന നിലപാട് അക്രമാസക്തമാണ് എന്നാണ് പറയുന്നത്. അക്രമാസക്തമാണ്. അതിന്റെ ഉള്ളടക്കം ഒരു പാൻ ഇന്ത്യൻ ഭൂരിപക്ഷ മതബോധത്തിന് ആഘോഷിക്കാനുള്ള ഒരു വേദിയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ സിസ്റ്ററുടെ നിലപാട് ഇവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗം, ഇവിടുത്തെ ഹൈന്ദവ മതവിഭാഗം ആഘോഷിക്കും. സമകാലിക ഇന്ത്യ നേരിടുന്ന ന്യൂനപക്ഷ വിരുദ്ധതയുടെ ആഴങ്ങളെ അവഗണിച്ചുകൊണ്ട് 8ാം ക്ലാസ്സുകാരിക്കെതിരെ ഹിജാബിന്റെ പേരിൽ ആഞ്ഞടിക്കുന്ന സമീപനം അഭിലഷണീയമല്ല എന്നത് രാഷ്ട്രീയമായി മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. രാഷ്ട്രീയമായി തന്നെ മനസ്സിലാക്കണം. 8ാം ക്ലാസ്സുകാരിക്കെതിരെ, ഹിജാബിനെതിരെ നിങ്ങൾ എടുക്കുന്ന നിലപാട് ഇന്ത്യയുടെ സമകാലിക ഇന്ത്യ നേരിടുന്ന ന്യൂനപക്ഷ വിരുദ്ധതയുടെ ആഴങ്ങളെ അവഗണിക്കുകയാണ് ഹെലന സിസ്റ്റർ കേട്ടോ. ഇന്ത്യയില് ന്യൂനപക്ഷ വിരുദ്ധതയുടെ ആഴങ്ങളെ അവഗണിക്കുകയാണ് സിസ്റ്റർ ഹെലന ചെയ്തത്. ഇയാൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ അറിയോ? ഇന്ത്യ മുഴുവൻ, ഇന്ത്യ പോട്ടെ, നമ്മൾ കേരളത്തിലാണല്ലോ ഈ സംഭവം. കേരളത്തില് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രക്ഷയില്ല. ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ സംഘടിക്കണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് SDP-കാർ ഉദ്ദേശിച്ചത്. SDP-കാർ അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഡോക്ടർ ടി ശ്രീകുമാറിന്റെ ലേഖനത്തോടെ SDP എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളാകെ അവരുടെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു. ഞങ്ങളുടെ പടക്കോപ്പുകൾ ഇവിടത്തെ ഭൂരിപക്ഷ സമുദായത്തിനെതിരാണ് എന്ന് പറയുന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഈ ഹിജാബ് വിവാദത്തിലൂടെ SDP-കാർ ഇവിടെ സൃഷ്ടിച്ചത്. അതിന് ചൂട്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് സർട്ടിഫൈ ചെയ്തു കൊടുക്കുകയാണ് ഡോക്ടർ ടി ശ്രീകുമാർ എന്ന് പറയുന്ന മാന്യദേഹം. കുറച്ചുകൂടി ഉണ്ട്, അതും കൂടി നോക്കാം നമുക്ക്. ഈ പിടിവാശിയിൽ നിന്ന് പുരോഹിത എന്ന സ്നേഹസമർപ്പിത ജീവിതത്തിൽ താൻ എന്തു നേടി എന്ന് ദൈവസന്നിധിയിൽ ആത്മപരിശോധന നടത്താൻ ഹെലീന ആൽബി തയ്യാറാവുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എന്റെ മോനെ, ഇനി ഇതിന് അങ്ങനെ പറഞ്ഞ് പറയല്ല. ദൈവസന്നിധിയിൽ എത്തുമ്പോ ഈ സിസ്റ്റർ ഹെലീന ചെയ്ത ഏറ്റവും വലിയ അധാർമിക പ്രവൃത്തി ഈ കുട്ടിക്ക് ഇവിടെ പ്രവേശനം കൊടുക്കാത്തതാണത്രേ. ഈ പിടിവാശിയിൽ നിന്ന് ഇത് പിടിവാശി അല്ല ശ്രീകുമാർ, ഇനി എത്ര പറഞ്ഞു തരണോ? ഇത് പിടിവാശി അല്ലടോ. ഭരണഘടന ഇവർക്ക് അനുശാസിക്കുന്ന ഒരു അവകാശമാണ്, അത് അവർ വിനിയോഗിച്ചോട്ടെ. എന്തിനെന്ന് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നേ? എന്നിട്ട് ദൈവസന്നിധിയിൽ
എന്താണ് സ്നേഹ സമർപ്പിത ജീവിതത്തിൽ താൻ എന്ത് നേടി? ഈ എല്ലാ സിസ്റ്റർക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ ഈ ഹിജാബിനെ വാഴ്ത്തണം. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പാവം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സ്ഥിതി. ഡോക്ടർ ടി ശ്രീകുമാർ പറയാണ്, ഇവിടുത്തെ ക്രൈസ്തവ സന്യാസിനിമാരൊക്കെ അവർക്ക് ഈ സമർപ്പിത ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ നിക്കാബിനെയും ഹിജാബിനെയും ഒക്കെ അങ്ങനെ ചേർത്ത് നിർത്തിയാൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് സ്നേഹം കിട്ടും, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും. അല്ല ഞാൻ ദൈവത്തിന്റെ സ്നേഹം കിട്ടില്ല. ഏതൊക്കെ തരത്തിൽ ഒരു സ്ഥലത്തിൽ അധിക്ഷേപം, വേറെ സ്ഥലത്ത് അവരുടെ വികാരങ്ങൾ എങ്ങനെ വ്രണപ്പെടുത്തുക. ഇനി കുട്ടിയുടെയും രക്ഷിതാവിന്റെയും നിലപാടുകൾ എന്ന് പറഞ്ഞ അടുത്തൊരു സബ്ഹെഡിങ് ആണ്. അതിൽ പറയാണ്, എല്ലാ ദിവസവും ഹിജാബ് അഴിച്ചു വെച്ചാണ് കഴിഞ്ഞ 4 മാസവും കുട്ടി പഠിച്ചിരുന്നത് എന്ന് പ്രിൻസിപ്പൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പൊതുപരിപാടി നടക്കുന്ന ദിവസം തനിക്കത് അഴിക്കേണ്ടെന്ന് വിചാരിച്ചതിന് പിന്നിൽ വിശ്വാസം കുട്ടിക്ക് പ്രധാനമാണെന്ന് തെളിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഈ ആർട്സ് ഡേ നടക്കുന്ന ദിവസം ആണ് ഈ കുട്ടി ഹിജാബ് ധരിച്ചു വന്നത്. അതുകൊണ്ട് ഈ കുട്ടി ഒരു ഭയങ്കര മതവിശ്വാസിയാണ്. അപ്പം പിന്നെ ഈ സിസ്റ്റർ അതല്ല, ക്ലാസ് ഉള്ള ദിവസം അല്ലാതാണ് വീണ്ടും ഇയാൾ പറയുന്നത്. ഒരേ കള്ളം തന്നെ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമാവും എന്നാണ് ഡോക്ടർ ടി ശ്രീകുമാറിന്റെ ഒരു വിശ്വാസം. എന്താ ചെയ്യാ? അപ്പോൾ പൊതുപരിപാടി നടക്കുന്ന ദിവസം തനിക്ക് അത് അഴിക്കേണ്ടെന്ന് വിചാരിച്ചതിന് പിന്നിൽ വിശ്വാസം കുട്ടിക്ക് പ്രധാനമാണെന്ന് തെളിയുന്നുണ്ട്. ക്ലാസ് ഇല്ലാത്തതിനാൽ ഇതൊരു പ്രശ്നമാവില്ല എന്നാണ് കുട്ടി ഓർത്തതെന്നും നമുക്ക് മനസ്സിലാക്കാം. അത് അഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുട്ടി അനുസരിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കാതെ കുട്ടിയെ ഒരു റൂമിൽ മറ്റ് അധ്യാപികമാരെ കാവൽ നിർത്തി മാറ്റിയിരുത്തുകയും രക്ഷിതാവിനെ വിളിപ്പിച്ച് കുട്ടി എന്തോ മഹാപരാധം ചെയ്തു എന്ന് ശകാരിക്കുകയും ചെയ്തതാണ് ഈ വിഷയം ഇത്രയും കാലുഷ്യപൂർണമാവാൻ കാരണമെന്നതും ഇതുവരെയുള്ള സ്കൂളിന്റെ തന്നെ ആഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം സ്കൂളിന്റെ തലയിലേക്കാണ് ഇട്ടിട്ട് മൂപ്പര് പറയാണല്ലോ സ്കൂളിൽ ഇറങ്ങിയിരിക്കാൻ പറഞ്ഞതെന്ന്. കള്ളത്തരം പറയുകയും ചെയ്യും, പറഞ്ഞ കള്ളത്തരം മുഴുവൻ മറ്റാരോ പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്യാം. മിടുക്കനാണ് ശ്രീകുമാറെ താൻ. മിടുക്കൻ ട്ടോ. ഇനി എഴുതണം ഇമാതിരി ലേഖനം, കുത്തിത്തിരിപ്പ് ലേഖനങ്ങൾ വായിക്കാൻ ആളുണ്ടാവും, സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ടാവും, ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കേരളം എന്ന് പറയുന്ന ഈ ഒരു ജനാധിപത്യ ഭൂമികയെ നിങ്ങൾ ചെയ്യുന്ന വിഷമിപ്പിക്കുന്ന വിഷമുണ്ടല്ലോ, ഒരു ജനാധിപത്യ സമൂഹത്തെയാകെ, മതനിരപേക്ഷതയുള്ള സമൂഹത്തെയാകെ നിങ്ങൾ വ്രണപ്പെടുത്തുകയാണെന്ന് ഓർമ്മ വേണം കേട്ടോ. ഇതൊന്നും ക്ഷമിക്കില്ല, ഒരു കാലത്തും ഇവിടുത്തെ പൗരബോധമുള്ള ജനങ്ങൾ ക്ഷമിക്കില്ല നിങ്ങളോട് കേട്ടോ. എന്നിട്ട് പറയുന്നു, അങ്ങനെയുള്ള വിചാരശേഷിയുള്ള പിതാവിനെ വിളിച്ചു വരുത്തി വിചാരണ ചെയ്യുക എന്ന കടുത്ത അപരാധത്തിലേക്ക് സ്കൂൾ ഒരിക്കലും കടക്കരുതായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് SDPI എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കുട്ടിയുടെ ബാപ്പയുടെ കൂടെ വന്ന് ബഹളം ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നു സ്കൂൾ അധികൃതർ മുഴുവനും ഈ കുട്ടിയുടെ രക്ഷിതാവിനെതിരെ ആക്രോശിച്ചു, രക്ഷിതാവിനെ ശാസിച്ചു, രക്ഷിതാവിന്റെ മേലേക്ക് കുതിര കയറി തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ശിവൻകുട്ടിക്ക്, നമുക്കൊക്കെ അറിയാം ഈ പ്രശ്നം ഇത്രമേൽ വഷളാക്കിയത് ശിവൻകുട്ടിയാണ് എന്ന് ഇവിടുത്തെ CPM-കാർ പോലും പറയുന്നുണ്ട്. ഈ വിഷയം ഇത്രമേൽ വഷളാക്കിയത് ശിവൻകുട്ടിയാണ്. കാരണം ആദ്യത്തെ ദിവസം തന്നെ, അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ ദിവസം തന്നെ ഹൈബി ഈഡന്റെ ഒക്കെ നേതൃത്വത്തിൽ, ചില സാമൂഹിക അവിടുത്തെ പ്രമുഖരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇതൊക്കെ ഒത്തുതീർന്ന പ്രശ്നമായിരുന്നു. ഈ രക്ഷിതാവ് കുട്ടിയെ ഹിജാബ് ധരിപ്പിക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനും സന്നദ്ധനായിരുന്നു. അപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ DDA അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. DDA അതിനേക്കാളും വലിയ ബിരുദൻ. മൂപ്പര് പറഞ്ഞു ഇത് സ്കൂളിന്റെ ഭാഗത്തുള്ള ഭരണഘടന മൂപ്പർക്ക് അറിയില്ല, ഹൈക്കോടതി വിധി അറിയില്ല, കേരള ഹൈക്കോടതി വിധി അറിയില്ല, കർണാടക ഹൈക്കോടതി വിധി അറിയില്ല, സുപ്രീം കോടതിയിലെ 2 വിരുദ്ധ ജഡ്ജിമെന്റ്, അതൊന്നും അയാൾക്ക് അറിയില്ല. അത്രയ്ക്കും പൊട്ടനായ ആ DD ഒരു റിപ്പോർട്ട് ശിവൻകുട്ടിക്ക് നൽകുന്നു. ശിവൻകുട്ടിക്കാട്ടെ പിന്നെ ശിവൻകുട്ടിയുടെ കാര്യം നമുക്ക് പിന്നെ പറയാനില്ല. ഒന്നിനെ കുറിച്ച് ഒരു ബോധമില്ലാത്ത മനുഷ്യൻ. അങ്ങനെയാണ് വീണ്ടും ഈ സ്കൂളിനെതിരെ ആക്രോശം ഉയർത്തുന്നത്, സ്കൂളിനെതിരെ പരാതിപ്പെടുന്നത്, ഇങ്ങനെ പ്രശ്നം വഷളാക്കുന്നത്, ഇത്രമേൽ ഈ പ്രശ്നം വഷളാക്കിയതിന്റെ ഏക ഉത്തരവാദി ശിവൻകുട്ടി മാത്രമാണ് എന്ന് ഈ പ്രശ്നത്തെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരാൾക്കറിയില്ല, ടി ശ്രീകുമാർ അറിയില്ല. ഡോക്ടർ ടി ശ്രീകുമാർ പറയാണല്ലോ, നമ്മൾ വായിച്ച് അവസാനം തിരിച്ചു പോട്ടോ നമ്മള്. അതെങ്ങനെയാണ് മന്ത്രിയുടെയും കോടതിയുടെയും നിലപാടുകൾ. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഏറ്റവും മികച്ച നിലപാട് കൈക്കൊണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണത്രേ. മൂപ്പര് ട്രോൾ ചെയ്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ഹിജാബ് പ്രശ്നം ഉണ്ടായപ്പോൾ തലക്കെട്ട കൊടുത്തിട്ടാണ് മന്ത്രിയുടെയും കോടതിയുടെയും നിലപാടുകൾ. ഈ പ്രശ്നമുണ്ടായപ്പോൾ ഏറ്റവും മികച്ച നിലപാട് കൈക്കൊണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ എടുത്തു പറയണം കേട്ടോ, അല്ല കേരളത്തിൽ ആർക്കും മനസ്സിലാവില്ല. കേരളത്തിലെ ആൾക്കാർ പറയാണ് ഇത് ഏറ്റവും നല്ല സമയോചിതമായി ഏറ്റവും സൗഹാർദ്ദപരമായി ഇടപെട്ടതാരാണ്? ശിവൻകുട്ടി. നേരത്തെ നിങ്ങള് കരുതിയൊന്നും ശരിയല്ല. ആരാണ്?
ടി ശ്രീകുമാർ എന്ന് ഞാൻ പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി TJ. മൂപ്പരിപ്പോ അന്തംഗമ്മിയാണ് സുഡാപ്പിയാണ് എന്നുള്ള ലെവലിലാണ് മൂപ്പരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് കേരളത്തിന്റെ പൊതുബോധത്തിൽ അതുണ്ടാക്കിയ സമാശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. ശിവൻകുട്ടിയാണ് ഇവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ഈ വിവാദം പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശിവൻകുട്ടിയാണത്രേ ഇതിനൊരു എന്തുണ്ടാക്കിയെന്ന് അറിയോ? ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയത്. കേരളത്തിന്റെ പൊതുബോധത്തിൽ അതുണ്ടാക്കിയ സമാശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എടുക്കുന്ന എല്ലാ നിലപാടുകളോടും നമ്മൾ യോജിച്ചെന്ന് വരില്ല. പക്ഷേ ഉന്നതമായ മാനുഷിക ബോധത്തോടെ അവർ ഒരു പ്രശ്നത്തിൽ പ്രതികരിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ഒരു സമൂഹം മുഴുവനുമാണ് എന്ന കാര്യം അംഗീകരിക്കാതിരിക്കാനാവില്ല. അവിടെയും SDPIക്കാർ വിജയിക്കുന്നു. കാരണം കുട്ടിക്ക് അനുകൂലമായി എടുത്ത നിലപാട് ഒരു സമൂഹത്തിനാകെയുള്ള സപ്പോർട്ടാണെന്ന് പറയുന്നു. ഈ സമൂഹം ആരാണ്? ഈ ഹിജാബിനെ മഹത്വവൽക്കരിക്കുന്ന, ഹിജാബിനെ മുൻനിർത്തിക്കൊണ്ട് കലാപം നയിക്കുന്ന ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെയാണ് ഡോക്ടർ TT ശ്രീകുമാർ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുമുണ്ട് ലേഖനം. എനിക്ക് മുഴുവൻ വായിക്കാൻ വയ്യ. താല്പര്യമുള്ള ആൾക്കാർക്ക് ശ്രീകുമാറിന്റെ ലേഖനം വീണ്ടും ഇത് സൂക്ഷിച്ച് വെക്കണം. ഈ ലേഖനം നമ്മുടെ സമൂഹത്തിൽ ഏത് രീതിയിലൊക്കെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ പല രൂപത്തിൽ പല ഭാവത്തിൽ എങ്ങനെയൊക്കെയാണ് കേരളീയ സമൂഹത്തിൽ പിടിമുറുക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ TT ശ്രീകുമാറിന്റെ ഈ ലേഖനം മികച്ചൊരു ഉദാഹരണമാണ് കേട്ടോ. സമ്മതിച്ചിരിക്കുന്നു. പഠിക്കേണ്ടത് രാഷ്ട്രീയ വ്യാകരണം. അങ്ങനെ ഡോക്ടർ TT ശ്രീകുമാർ കേരളീയ സമൂഹത്തെ പഠിപ്പിക്കുന്നു. എന്താണ്? രാഷ്ട്രീയ വ്യാകരണം. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹിജാബിന് പിന്നാലെ വരുന്നു നിക്കാബും. അതുകൊണ്ട് ഇനി മുതൽ ക്രിസ്തീയ മാനേജ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് ഭരണഘടന തരുന്ന ഈ അവകാശങ്ങൾ അതൊന്നും നിങ്ങൾ എടുക്കണ്ട. അതൊക്കെ ചെറിയ കാര്യം. പക്ഷെ നിങ്ങൾ ഈ ഹിജാബും നിക്കാബും ഒക്കെ ധരിച്ചു വരുന്ന ഇസ്ലാമിക തീവ്ര മനസ്സുള്ള കുട്ടികളെ നിങ്ങൾ ചേർത്ത് നിർത്തണം. അവരുടെ രക്ഷിതാക്കളെ സന്തോഷിപ്പിക്കണം. ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളെ സന്തോഷിപ്പിക്കണം. എന്നിട്ട് നമുക്കൊരു ന്യൂനപക്ഷ ഐക്യമുണ്ടാക്കണം. എന്തിനെതിരെ? ഈ ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിനെതിരെ. അങ്ങനെ നമ്മൾക്ക് ഒരു 25-30 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം നമ്മൾക്ക് വേണം എന്ന് പറയുന്ന SDPയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഈ ലേഖനം. തൽക്കാലം ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ലേഖനം സോഷ്യൽ മീഡിയയിലൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം, വായിക്കാം. വായിച്ച് നിങ്ങൾക്ക് കോൾമയൊക്കെ കൊള്ളാം.